മിലിറ്ററിയെ രംഗത്തിറക്കുന്നതിൻ്റെ അർത്ഥം സിവിലിയൻ അഡ്മിനിസ്ട്രേഷൻ ഹാസ് ഫെയിൽഡ്. എത്ര മോശമായാലും ആം ഫോഴ്സസിനെ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യവും എൻ്റെ അഭിപ്രായത്തിൽ ഒരു സന്ദർഭത്തിലും ഉണ്ടായിട്ടില്ല. അത് ഉപയോഗിക്കുന്നത് ഇസ് എ പൊളിറ്റിക്കൽ ഡിസിഷൻ. ഷോർട്ട് ടേം താല്പര്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ദേ ഹാഡ് ഈ നോർത്ത് ഈസ്റ്റിനെ ഒരു ബലിയാടാക്കി. അത് യു കാൺ ബ്ലെയിം ദ നോർത്ത് ഈസ്റ്റേണേഴ്സ് ആൻഡ് യു കാൺ ബ്ലെയിം ദി ആർമി. See, the army was only an instrument. ഇന്ത്യയിൽ മോസ്റ്റ് സക്സസ്ഫുൾ ഇൻഡോ ജാപ്പനീസ് വെഞ്ചർ ടൊയോട്ട അല്ല, ടെറുമോ പെൻപോൾ എന്ന് പറഞ്ഞതാണ്. ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഇവിടെ ഒരു വികസനവും നടക്കുന്നില്ല, ഒരു വ്യവസായവും നടക്കുന്നില്ല. നമ്മുടെ അപ്പുറത്ത് വാളയാർ ചെക്ക് പോസ്റ്റ് അപ്പുറത്ത് നിന്നാൽ തമിഴ്നാട്ടിലെല്ലാം നടക്കുന്നു, ഗുജറാത്തിലാണെങ്കിൽ അത്ഭുതങ്ങൾ നടക്കുന്നു. എവറി മെഷർ വി ആർ മോർ ഇക്കണോമിക്കലി ഡെവലപ്ഡ് ദാൻ ഗുജറാത്ത്. GDP if it is growing, somebody is producing. അതിവിടെ നടക്കുന്നുണ്ട്. അതെ, ഇപ്പോൾ ആരോ ഇവിടെ ഇപ്പം ബേബി മലയാളീസ് ആരും വർക്ക് ചെയ്യുന്നില്ല. somebody else is working and producing in Kerala. 22ാമത്തെ വയസ്സ് തൊട്ട് 60ാമത്തെ വയസ്സ് വരെ വർക്ക് ചെയ്തിരുന്ന ഒരാൾ എവറി ഡേ. Now suddenly I wake up in the morning, I have nothing to do. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വീണ്ടും മണിപ്പൂരിൽ കുറച്ച് കാലം അല്ലേ? ആ ഒരു മണിപ്പൂർ ലൈഫ്, ഓഫ് കോഴ്സ് നിങ്ങൾ 2 പുസ്തകം അതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു? അത് വളരെ എന്നെ സംബന്ധിച്ചൊരു ഞാൻ നോക്കുന്നത് ഒരു വലിയൊരു അസാധാരണമായിട്ടുള്ളൊരു അവസരം എനിക്ക് ലഭിച്ചതുപോലെയാണ്. ബാക്കിയുള്ള ഇന്ത്യക്കാരിൽ ഹാർഡ്ലി 1% ഓഫ് ഇന്ത്യൻസ് ട്രാവൽ ടു ദ നോർത്ത് ഈസ്റ്റ്. ആൻഡ് അതിൽ വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രമേ മണിപ്പൂരിൽ എത്തത്തുള്ളൂ. മണിപ്പൂരിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത് ഇറ്റ്സ് ലെസ് ദൻ 30 ലക്ഷം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു ആവറേജ് ഡിസ്ട്രിക്റ്റിൻ്റെ ജനസംഖ്യയില്ല മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്ത്. അപ്പം ഇറ്റ്സ് എ ബിഗ് സ്റ്റേറ്റ് ഇൻ ദ സെൻസ് ലാൻഡ് ഏരിയ. ഇറ്റ്സ് അബൌട്ട് ഹാഫ് ദ സൈസ് ഓഫ് കേരള വിത്ത് ദ പോപ്പുലേഷൻ ഓഫ് വൺ ഓഫ് ദ ഡിസ്ട്രിക്ട്സ്. അതാണ് അതിൻ്റെ. അപ്പോൾ അവിടെ അന്ന് ഞാൻ പോകുമ്പോൾ ലേറ്റ് 70s ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ലേറ്റ് 70s ഏർലി 80s ഈ ഇൻസർജൻസി പ്രോബ്ലം ഇങ്ങനെ വളർന്നു വരികയായിരുന്നു. അപ്പോഴും കുറച്ച് സീരിയസ് ആയിരുന്നു, രൂക്ഷമായിരുന്നു. പക്ഷേ അന്നും ഇത് സിവിലിയൻ അഡ്മിനിസ്ട്രേഷൻ്റെ കൈവിട്ട് പോയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ മിലിറ്ററി വാസ് ഇൻ ദ ബാരക്സ് ആൻഡ് നമ്മൾ സിവിലിയൻ അഡ്മിനിസ്ട്രേഷൻ ആവശ്യം വേണ്ടി വരുമ്പം പാരാമിലിറ്ററി ഫോഴ്സസിൻ്റെ സപ്പോർട്ട് ലൈക്ക് CRP, ആസാം റൈഫിൾസിനൊക്കെ സപ്പോർട്ട് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം അതുകൊണ്ട് ആ സമയത്ത് റിസ്ക്കും ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ഫിസിക്കൽ ഡേഞ്ചർ എന്നൊക്കെ പറയുന്നത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഞങ്ങളന്ന് വി വർ യങ്സ്റ്റേഴ്സ്, വി വർ ഇൻ our 20s. അപ്പം ഞങ്ങൾക്കൊക്കെ അത്, ആൻഡ് മോസ്റ്റ് ഓഫ് us were at that time unmarried. സോ നമുക്കൊക്കെ അത് ഒരു വലിയൊരു അഡ്വെഞ്ചർ പോലെയൊക്കെ ആയിരുന്നു കാണാൻ പറ്റുന്നത്. അപ്പം സപ്പോസിങ് I was 30-40 years old and I had a family and children and all, then എൻ്റെ കാഴ്ചപ്പാട് could be completely different. പക്ഷെ അന്ന് വി വർ യങ്, അതുകൊണ്ട് വി നെവർ ബോതർഡ് അബൌട്ട് ഇറ്റ്. പക്ഷേ ഇറ്റ് വാസ് എ റിസ്കി ടൈം. പക്ഷെ അന്നും അതിനുശേഷം വിതിൻ 10 years ഉള്ള സിറ്റുവേഷൻ തമ്മിൽ വലിയൊരു വ്യത്യാസം വാസ്. സിറ്റുവേഷൻ ഞാൻ സർവീസൊക്കെ വിട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ വല്ലാതെ ഡിറ്റീരിയറേറ്റ് ചെയ്ത് അത് വളരെ ഒരു മിലിറ്ററൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് മാറി. നേരത്തെ മിലിറ്ററി വാസ് നെവർ യൂസ്ഡ്, ഇറ്റ് വാസ് ഓൾവേസ് പാരാമിലിറ്ററി. പോലീസും ആം പോലീസൊക്കെ ആയിരുന്നു വെച്ചിട്ടായിരുന്നു കൺട്രോൾ ചെയ്യുന്നത്. സ്പെഷ്യൽ പോലീസിനെ കൊണ്ടുവന്നല്ലോ അല്ല, ദാറ്റ് ആം ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് എന്ന് പറയുന്നതൊക്കെ ആ സമയത്താണ് കൊണ്ടുവന്നത് ഞാനുള്ളപ്പം. ആ സമയത്ത് പക്ഷെ ആ സമയത്ത് ഞങ്ങൾ ഇംപ്ലിക്കേഷൻസിനെ പറ്റി ഒന്നും അത്ര ആലോചിച്ചില്ല. ബിക്കോസ് ഇറ്റ് വാസ് നെവർ യൂസ്ഡ്. വി നെവർ. പിന്നീട് സംശയം തോന്നിയാൽ വെടിവെച്ച് കൊല്ലാന്നുള്ള രീതിയിലേക്ക് മാറിയല്ലോ. അല്ല, അപ്പോൾ ആ ലൈസൻസ് ടു ഡു ദിസ് എന്നുള്ള ഒരു വയലൻസ്, നമ്മുടെ കോൺസിക്വൻസസ് ഒന്നും നോക്കാതെ വയലൻറ്റ് മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ആൻഡ് ബ്രൂട്ടൽ മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് എന്നുള്ള എൻ്റെ അഭിപ്രായത്തിൽ അതൊക്കെ കുറേയൊക്കെ മീഡിയ ഹാസ് ഓൾസോ റിയലി അൺഫോർച്ചുനേറ്റ്ലി പ്രോബ്ലി ഹൈലൈറ്റഡ് സം എക്സാജറേറ്റഡ് അക്കൗണ്ട്സ്. പക്ഷേ അവിടെ അത്ര ഇൻസിഡൻസ് ഉണ്ടായിട്ടില്ല. അല്ല, ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് സി ഞാൻ പറയുന്നത് അവിടുത്തെ ഓഫീസേഴ്സ് ആൻഡ് സോൾജേഴ്സ് ഓഫ് ദി
armed forces who are made to do these duties, they are operating under very difficult conditions, and they take decisions in the split second of a moment. It is not a law and order duty of a policeകാരൻ ചെന്ന് ഒരു പ്രതിയെ ചോദ്യം ചെയ്യുന്നത്, ജയിലിനകത്തിട്ട് ഇടിച്ച് ഫിസിക്കൽ വയലൻസ് ഒക്കെ ഉപയോഗിച്ച് അതുപോലെയല്ല. അവിടെ ബുള്ളറ്റ്സ് ആർ ഫ്ലൈയിങ്, there is a armed action going on, and decisions have to be taken. അല്ലാതെ nobody takes the decision that we are going to go inside there and wipe out this village. അങ്ങനെയൊക്കെ ഉള്ള പല കളേർഡ് റിപ്പോർട്ട്സ്. പക്ഷേ അവിടെ നിന്നാണല്ലോ മനോരമ ദേവിന്റെ ഒക്കെ കഥ വന്നിട്ടില്ല, ഇന്ത്യൻ ആർമി റേപ്ഡ് us എന്നൊക്കെ പറഞ്ഞു. So there are incidents. I am sure there are incidents. I am not denying that there are incidents. ഞാൻ എൻ്റെ ഫസ്റ്റ് ബുക്കിൽ എഴുതിയതുപോലെ, so the political side of it I am not getting into, because there is a lot of politics behind the violence there. Insurgency is not just insurgency is a political phenomenon. അപ്പോൾ അത് നേരിടുന്നതും ഇറ്റ്സ് എ പൊളിറ്റിക്കൽ പ്രോബ്ലം. ആൻഡ് ദി ആർം ഫോഴ്സസ് never wanted to be there. Armed forces never took the decision that we want to be there. It was the civilian administration in Delhi which said we are sending the armed forces. Now അവരെ ഒരു ദൗത്യത്തിന് അയച്ചിട്ട് നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നത്, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഇറ്റ്സ് ലൈക്ക് സെൻഡിങ് സോൾജേഴ്സ് ടു ഫൈറ്റ് എ വാർ ആൻഡ് സെയിങ് ദാറ്റ് യു ഷൂട്ട് ഓൺലി ബിലോ ദ നീസ് ആൻഡ് ഓവർ ദ ഹെഡ് ഓഫ് ദ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ യു കാൻ വിൻ ദ വാർ. യു ഹാവ് ടു ഐദർ ടെൽ ദം this is your job, you go there, there is that, see, നമ്മുടെ സിവിലിയൻ അഡ്മിനിസ്ട്രേഷൻ്റെ ചരിത്രത്തിൽ വെച്ച് നോക്കിയാൽ മിലിറ്ററിയെ രംഗത്തിറക്കുന്നതിൻ്റെ അർത്ഥം സിവിലിയൻ അഡ്മിനിസ്ട്രേഷൻ ഹാസ് ഫെയിൽഡ്. Military is not, the army is not a police force. സിവിലിയൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാണ് പോലീസ് ഫോഴ്സ്. അപ്പം അവിടെ എന്തെങ്കിലും വയലൻസ് നടക്കുകയാണെങ്കിൽ ഞാനൊരു മാജിസ്ട്രേറ്റാണ്, സബ് കളക്ടർ അല്ലെങ്കിൽ കളക്ടറായിരിക്കുമ്പോൾ നമ്മൾ വി ആർ മാജിസ്ട്രേറ്റ്സ് ഓൾസോ. മാജിസ്ട്രേറ്റിൻ്റെ ജുഡീഷ്യൽ ഓർഡർ വെച്ചിട്ടാണ്, ഇൻക്ലൂഡിങ് പോലീസ് ഫയറിംഗ് ആൻഡ് ഓൾ ദാറ്റ് ഇസ് ഡൺ, വിച്ച് ഇസ് എ വെരി കെയർഫുള്ളി കൺട്രോൾഡ് choreographed activity ആണ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് uncontrolled violence അല്ല, and it's not an uncontrolled situation അല്ല. പക്ഷേ when the situation in a region has deteriorated so much that, or has changed so much that armed forcesനെ അവിടെ ഡിപ്ലോയ് ചെയ്യാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സിവിലിയൻ അഡ്മിനിസ്ട്രേഷൻ ഹാസ് ബീൻ വിഡ്രോൺ, സിവിലിയൻ അഡ്മിനിസ്ട്രേഷൻ ഹാസ് ഫെയിൽഡ്. നൗ ദ സിറ്റുവേഷൻ ഇസ് ഹാൻഡഡ് ഓവർ ടു ദി ആർമി ടു കൺട്രോൾ. നൗ I remember there was a story of one army brigadier who, when some district magistrate in one situation told him, now I want you to do this, so the brigadier said, sorry, now you are no longer in this situation. The situation has been handed over to the army. Our job is to restore peace, restore calm. We will restore it in the way we know. Then we will hand it back to you, and then you can run it your way. You cannot tell us how to do our job. And that's correct. He is correct. അപ്പം അതിലുള്ള ഒരു പ്രശ്നം, അപ്പം ഞാൻ പറയുന്ന I am coming to എൻ്റെ അഭിപ്രായത്തിൽ one of the basic problems is the mistake is to use the army. Yes. In my opinion, there was no need to use the army in many of the situations in the northeast. ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ആളെന്നുള്ള രീതിക്ക് ഒരു സംശയം ചോദിക്കുകയാണ്. അരുന്ധതി റോയ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഇപ്പോൾ ഒരു വർഗീയ കലാപം ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത്, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഏത് സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിലും ഒരു വർഗീയ കലാപം നടക്കുന്ന സ്ഥലത്ത് അവിടുത്തെ സിവിൽ പോലീസ് വിചാരിച്ചാൽ നടക്കുന്നതേ ഉള്ളൂ അതിനെ കർട്ടൈൽ ചെയ്യാനായിട്ട്. അത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിനകത്ത് പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ ഉണ്ട്, പൊളിറ്റിക്കൽ ലീഡേഴ്സ് അത് സസ്റ്റെയിൻ ചെയ്യണമെന്നുള്ള പൊളിറ്റിക്കൽ തീരുമാനമാണ്. അത് അപ്പോൾ ആ അർത്ഥത്തിൽ അപ്പോൾ കറക്റ്റാണ്. I completely agree with that view. I don't agree with many of the other views of Arundhati Roy. And especially where civil disturbance is concerned. പക്ഷേ ഈ ഒരു കാര്യത്തിൽ I think she is correct. Because the local civilian administration and police is part of the civilian administration. അതിനുള്ള ഫോഴ്സും സംവിധാനങ്ങളും ഉള്ള ആവശ്യം ഉള്ള ഫോഴ്സ് കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നതേ ഉള്ളൂ.
ഇപ്പം രാജ്യത്തെല്ലാം കൂടെ 780 ഡിസ്ട്രിക്ട്സ് ഉണ്ട്. ഈ 780 ഡിസ്ട്രിക്ട്സും ഡെയിലി കൊലപാതകവും ബഹളവും ഒന്നും നടക്കാത്തത് is because there is enough, it shows that the district administration has got enough powers to control whatever trouble is there. And India is by and large a peaceful place. അതും കൂടെ നമ്മൾ സമ്മതിക്കണമല്ലോ. ദാറ്റ് ഇത്രയും ഒരു ജൈഗാന്റിക് കൺട്രി, ഇത്രയും ഡൈവേഴ്സിറ്റി ഉള്ള പൊട്ടൻഷ്യൽ പ്രശ്നങ്ങളും കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്ന പല ജാതി മത പല വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വലിയൊരു രാജ്യത്ത് ഇത്രയും കുറച്ച് മാത്രം കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നതിൻ്റെ അർത്ഥം ഇസ് ദാറ്റ് ദിസ് ഇസ് എ സിവിലൈസ്ഡ് പ്ലേസ്. അരുന്ധതി റോയ് പറഞ്ഞ പോലെ സം പ്ലേസസ് ഈ കോൺഫ്ലിക്ട്സ് ഇങ്ങനെ മൂത്ത് ഇഫ് ദേ ആർ മൂർച്ഛിച്ച് വരുന്നത് ഈസ് ബിക്കോസ് ഓഫ് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ്. ആൻഡ് ദെൻ സിറ്റുവേഷൻ ബിക്കംസ് സച്ച് ദാറ്റ്. പക്ഷേ എൻ്റെ ഒരു വാദം ഇസ് ദാറ്റ് എത്ര മോശമായാലും ആം ഫോഴ്സസിനെ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യവും എൻ്റെ അഭിപ്രായത്തിൽ ഒരു സന്ദർഭത്തിലും ഉണ്ടായിട്ടില്ല. അത് ഉപയോഗിക്കുന്നത് ഇസ് എ പൊളിറ്റിക്കൽ ഡിസിഷൻ ആൻഡ് ദാറ്റ് ഇൻ മൈ ഒപ്പീനിയൻ ഹാസ് ബീൻ എ റോങ് ഡിസിഷൻ. ഓക്കെ, തിരിച്ച് നിങ്ങൾ ബ്ലഡ് ബാഗിൻ്റെ ഒരു ഇതിലേക്ക് വരികയാണെങ്കിൽ ജപ്പാനുമായിട്ടുള്ള ഒരു കൊളാബറേഷനിലേക്ക് പിന്നീട് പോകുന്നുണ്ട്. എന്തുകൊണ്ട് ജപ്പാൻ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഈ 91 ഈ ഇക്കണോമിക് ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും ലിബറലൈസേഷൻ ഒക്കെ ഉണ്ടായപ്പം ഈ ചെറുകിട വ്യവസായ പ്രസ്ഥാനത്തിന് അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. അത് മീനിങ് ഹോൾ വേൾഡ് വാസ് ഗോയിങ് ടു ചേഞ്ച്. അപ്പോൾ അതുവരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റ് എന്നുള്ള ഒരു പ്രതിഭാസം കംപ്ലീറ്റ് മാറി. നൗ വി ആർ ഓപ്പൺ, എനിബഡി ഫ്രം എനിവെയർ ക്യാൻ കമ്പീറ്റ് വിത്ത് അസ്. നോട്ട് ഓൺലി നമ്മുടെ അയൽ സംസ്ഥാനത്തുള്ള കമ്പനീസ് അല്ലെങ്കിൽ അടുത്ത ജില്ലയിലുള്ള ഒരു കമ്പനി മാത്രമല്ല, സിംഗപ്പൂരിലും മലേഷ്യയിലും ചൈനയിലും ഒക്കെ ഉള്ള കമ്പനീസ് ക്യാൻ കമ്പീറ്റ് വിത്ത് അസ് എന്നുള്ള ആദ്യത്തെ സൂചനയായിരുന്നു 91 ഈ ഓപ്പണിങ് അപ്പ്. അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾ സ്ട്രാറ്റജിക്കലി, എൻ്റെ കമ്പനി വാസ് എ സ്മോൾ കമ്പനി ദെൻ. അപ്പോൾ ഞങ്ങൾ 1-2 തീരുമാനങ്ങളെടുത്തു. ഒന്ന്, വി ഡിസൈഡഡ് ദ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഒരു പ്രൊട്ടക്റ്റഡ് മാർക്കറ്റായിട്ട് നമുക്കത് ഇനിയും അങ്ങനെ കാണാൻ സാധിക്കില്ല. അത് അങ്ങനെ കാണുന്നത് തെറ്റാണ്. നമുക്ക് വലിയ തെറ്റ് പറ്റും അങ്ങനെ നമ്മൾ ആലോചിച്ചാൽ. അപ്പോൾ അതിനർത്ഥം ഈ മാർക്കറ്റിൽ ബാക്കി ലോകത്തുള്ള ആഗോള തലത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വലിയ മാനുഫാക്ചറേഴ്സും ബാക്കിയുള്ള രാജ്യങ്ങളിലെ ചെറുകിട മാനുഫാക്ചറേഴ്സ് എല്ലാം ഇറങ്ങും ഈ മാർക്കറ്റ്. സോ വി ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഇറങ്ങണം. അപ്പം ഫസ്റ്റ് ഡിസിഷൻ വി ഡിസൈഡഡ് വാസ് ദാറ്റ് വി വിൽ എൻ്റർ എക്സ്പോർട്സ് ആൻഡ് വി വിൽ ട്രൈ ടു ഫൈൻഡ് സ്മോൾ എക്സ്പോർട്ട് മാർക്കറ്റ്സ്. ഇവരുമായിട്ട് കമ്പീറ്റ് ചെയ്യാനല്ല, ഇവർ ആക്റ്റീവ് അല്ലാത്ത ചില മാർക്കറ്റ്സിൽ ഏതെങ്കിലും ആഫ്രിക്കയിൽ സൗത്ത് അമേരിക്കയിലൊക്കെ കണ്ടുപിടിച്ച് ആ മാർക്കറ്റ്സിൽ കുറച്ചൊരു ഭദ്രമായ ഒരു ബിസിനസ് അവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അന്വേഷിക്കണം ഫസ്റ്റ്. ദ സെക്കൻഡ് സ്ട്രാറ്റജിക് ഡിസിഷൻ വി ഡിസൈഡഡ് വാസ്, ഈ ബിഗ് കമ്പനീസ് ആർ ഗോയിങ് ടു കം ഇൻ. If we cannot fight them, then let us join them. The meaning, let us find a partner who can, and അവരുടെ ടേംസ് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. ആൻഡ് നമുക്ക് സ്വീകാര്യമാണെങ്കിൽ ആ ടേംസ്, എന്നാൽ അവരുമായിട്ട് ജോയിൻ ചെയ്യുന്നതല്ലേ നല്ലത്. അല്ലാതെ അവരുമായിട്ട് മത്സരിച്ച് മുഷിയുന്നതിനെക്കാട്ടിലും വൈ നോട്ട്, ആൻഡ് സംബഡി എൽസ് വിൽ ജോയിൻ അപ്പ് വിത്ത് ദം. നമ്മൾ പോയി ജോയിൻ ചെയ്തില്ലെങ്കിൽ വേറെ ഇന്ത്യൻ പാർട്ട്ണറെ അവർ വേഗം കണ്ടെത്തും. അപ്പം പിന്നെ നമുക്ക് അവരുമായിട്ട് വലിയൊരു പവർഫുൾ കോമ്പിനേഷനുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും. അതിന് പകരം സോ സ്ട്രാറ്റജിക്കലി ഞങ്ങൾ ഈ 2 തീരുമാനങ്ങളെടുത്തു. എക്സ്പോർട്ട് തുടങ്ങി ആൻഡ് വി സ്റ്റാർട്ടഡ്, ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ അന്ന് ആഗോളതലത്തിൽ 3 ഭീമന്മാരായിരുന്നു, ബാക്സ്റ്റർ, ഫ്രെസേനിയസ് ആൻഡ് ടെറൂമോ. ഞങ്ങൾ 3 കമ്പനീസുമായിട്ടും ഇൻഡിപെൻഡൻറ്റ്. ബാക്സ്റ്റർ അമേരിക്കയിൽ നിന്നും ഫ്രെസേനിയസ് ജർമ്മനി. അപ്പോൾ ഞങ്ങൾ 3 പേരുമായിട്ടും ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ അറിയാതെ തന്നെ, ഐ മീൻ പക്ഷേ അവരറിയും ദാറ്റ് വി ആർ ടോക്കിംഗ് ടു ദം, ആൻഡ് സോ അത് തന്നെ മേഡ് ദ ഹോൾ തിങ് മോർ ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അങ്ങനെ 1-2 വർഷത്തെ ഈ ചർച്ചകൾക്ക് ശേഷം ഞങ്ങൾ ഫൈനലി വി ഡിസൈഡഡ് ഓൺ ടെറൂമോ ഓഫ് ജപ്പാൻ. ആ പാർട്ട്ണർഷിപ്പാണ് നമുക്കുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഏറ്റവും സ്വീകാര്യമായിരുന്നു ഞങ്ങൾക്ക്. ആൻഡ് അവർക്കും
ഏറ്റവും അവർക്കും ഇഷ്ടപ്പെട്ടു ഇത്. സോ ദേ വർ നോട്ട്, അവർ വളരെ ക്ലിയർ ആയിരുന്നു, അവർ വന്ന് പാർട്ട്ണറാവും, കമ്പനി നടത്തേണ്ടത് ഞങ്ങളാണ്. ആ കണ്ടീഷനിൽ മാത്രമേ അവർ വരുന്നുള്ളൂ എന്ന് ജാപ്പനീസ് മേഡ് ഇറ്റ് വെരി ക്ലിയർ. അതും ഞങ്ങൾക്കും അത് സ്വീകാര്യമായി. അതായത് ഫിനാൻഷ്യൽ സപ്പോർട്ട് മാത്രം അവരുടെ. അപ്പം പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ദൗർബല്യം അതോടുകൂടി റിമൂവ് ചെയ്തു. ബിക്കോസ് അവർ ബിഗ്ഗസ്റ്റ് വീക്ക്നെസ് വാസ് ഫൈനാൻസ്. അപ്പം ഫൈനാൻസ് ഫോർ എക്സ്പാൻഡിങ് കപ്പാസിറ്റി, പുതിയ ഫാക്ടറി അവിടെ തന്നെ നമ്മുടെ ഫാക്ടറി കോമ്പൗണ്ടിൽ തന്നെ വികസിപ്പിച്ചെടുക്കാനും ഒക്കെയുള്ള അത് തിരുവനന്തപുരത്തായിരുന്നു. അത് അവിടെ തന്നെ തിരുവനന്തപുരത്ത്. അപ്പം ഞങ്ങൾ അതെല്ലാം വി വർ ഏബിൾ ടു ഡു ഓൾ ദാറ്റ്. സോ ദാറ്റ്സ് ഹൗ വി ഡിസൈഡഡ് ഓൺ ദിസ് പാർട്ട്ണർഷിപ്പ് വിത്ത് ടെറുമോ ഓഫ് ജപ്പാൻ. അതിൻ്റെ ഒപ്പം തന്നെ ഒരു സർക്കാർ സംവിധാനങ്ങളിൽ നിന്നായിരുന്നു ഇതിൻ്റെ ഫിനാൻസ് ആദ്യം കണ്ടെത്തിയത്, KSIDC പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രൈവറ്റ് അല്ല? അപ്പോൾ ആദ്യം നോക്കുമ്പം എൻ്റെ കമ്പനി ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു. ഞാനൊരു സ്റ്റാർട്ടപ്പ് ആന്ത്രപ്രണർ. അന്ന് ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന വാചകത്തിൻ്റെ പ്രയോഗം ഇല്ലായിരുന്നു. അന്ന് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞൊരു ഇതില്ലായിരുന്നു 80-കളിലൊക്കെ. അതെല്ലാം ഇപ്പം 2000-ലൊക്കെ കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്, ഒരു പ്രത്യേക കാറ്റഗറി ഓഫ് പ്രോഡക്ട്സ് വരുന്നത്. അന്ന് SSI യൂണിറ്റ്സ്, മീഡിയം സ്കെയിൽ യൂണിറ്റ്സ്, ലാർജ് സ്കെയിൽ യൂണിറ്റ്സിനേ ഉള്ളൂ. അപ്പം മൈൻ വാസ് എ SSI യൂണിറ്റ്. അപ്പോൾ അന്ന് ഈ വെഞ്ചർ ക്യാപിറ്റൽ ഫൈനാൻസ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ല, റിസ്ക് ക്യാപിറ്റൽ എന്നുള്ള വേറെ ഇതില്ല. അപ്പം സാധാരണ ലോൺസ്, സാധാരണ ഒരു ബേക്കറി അല്ലെങ്കിൽ ഒരു ഫോട്ടോ സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഷോറൂമൊക്കെ, ഇഫ് യു വാണ്ട് ടു സെറ്റ് അപ്പ്, യു ഗോൺ ടേക്ക് ബാങ്ക് ലോൺസ്, അല്ലെ? യു ഹാവ് യുവർ ഓൺ ക്യാപിറ്റൽ, ദെൻ യു ഹാവ് ബാങ്ക് ലോൺസ്, ആൻഡ് ദാറ്റ്സ് ഹൗ യു ഡു ഇറ്റ്. അതുപോലെ തന്നെ ഐ ഹാഡ് ടു റൺ മൈ കമ്പനി ഇൻ സ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഇറ്റ് വാസ് സോ റിസ്കി. മീനിങ് നോബഡി ന്യൂ അബൌട്ട് ദ ടെക്നോളജി. ഈ പ്രോജക്റ്റ് വിജയിക്കുമോ എന്നറിയില്ല, and ഇതിൻ്റെ റിട്ടേൺസ് എല്ലാം വരാനായിട്ട് എത്ര നാളെടുക്കും ഫോർ ദി റിക്കവറിങ് ദി ഇൻവെസ്റ്റ്മെൻറ്റ്, അതൊന്നും അറിയാതെ, റിസ്ക് ക്യാപിറ്റൽ കിട്ടാതെ ഐ ഹാഡ് ടു ഓപ്പറേറ്റ് ദിസ് കമ്പനി എൻറ്റയർലി ഓൺ ഡെറ്റ് ക്യാപിറ്റൽ, ജസ്റ്റ് ലൈക്ക് എനി അതർ ബിസിനസ്. അതുകൊണ്ടാണ് ഐ ഗോട്ട് ലോട്ട് ഓഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു കം ഇൻ ആൻഡ് പുട്ട് ഇൻ ഷെയർസ്. ഈ ഗവൺമെൻറ്റിനെ എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യുമല്ലോ. ഐ സേ ദാറ്റ് ലുക്ക് അറ്റ് ഇറ്റ്സ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കമ്പനി വുഡ് നെവർ ഹാവ് ബീൻ ബോൺ. മൈ കമ്പനി കുഡ്ന്റ് ഹാവ് ബീൻ ബോൺ. ലക്കിലി ഫോർ അസ്, അപ്പം ആക്ച്വലി ദർ വാസ് എ ടൈം വെൻ the entire shareholding had fallen down to 15% of the total equity, and remaining 85% was held by Government of India, Government of Kerala, KSIDC, IDBI, and ingane oro organization. So it was for all practical purposes a government company. അപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, എപ്പോഴെങ്കിലും കൈവിട്ട് പോവോ? ഇല്ല, അങ്ങനെ അത് ആ സംശയമൊന്നും എനിക്ക് തോന്നിയില്ല. because I trusted the government. Okay. And the government also was very ഈ ഗവൺമെൻറ്റിൽ ഞങ്ങളുടെ ഡയറക്ടേഴ്സ് ഓൺ ദ ബോർഡ് ഇവരെല്ലാവരും, എനിക്ക് റിമെമ്പർ ഐ ഹാഡ് 10 or 12 ഡയറക്ടേഴ്സ് ഓൺ ദ ബോർഡ്. എൻ്റെ നോമിനീസ് ആയിട്ട് 2 പേര് മാത്രം, ഞാൻ ഉൾപ്പെടെ 2 പേര് മാത്രം. ദ റിമൈനിങ് 10 ഡയറക്ടേഴ്സ് വർ ഗവൺമെൻറ് നോമിനീസ്. അപ്പോൾ അവർക്ക് ദേ കുഡ് ഔട്ട് വോട്ട് മീ എനി ടൈം. പക്ഷേ ദേ വർ വെരി സപ്പോർട്ടീവ്. അവരുടെ ഐഡിയ വാസ് ഈ പ്രോജക്റ്റ് ഈസ് നാഷണലി ഇമ്പോർട്ടൻറ്റ് പ്രോജക്റ്റാണ്, ഇത് വിജയിക്കണം, ഇതിനെ വിജയിപ്പിക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതെല്ലാം നമ്മൾ ചെയ്യും. സോ ഗവൺമെൻറ്റ്സ് ഇത്രയും ഗവൺമെൻറ് ഷെയർ ഹോൾഡിംഗ് വാസ് ഞാൻ നോക്കുന്നത് വാസ് ആക്ച്വലി റിസ്ക് ക്യാപിറ്റൽ വിച്ച് വാസ് പുട്ട് അപ്പ് ബൈ ദി ഗവൺമെൻറ്. ഐ പ്രിഫർ ടു ലുക്ക് അറ്റ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ജപ്പാനെ പറ്റിയിട്ട് നമ്മൾ പൊതുവെ പറയുന്ന 2 കാര്യങ്ങൾ, ഒന്ന് അവരുടെ ഒരു വർക്കഹോളിക് ആയിട്ടുള്ള നേച്ചർ, പിന്നെയുള്ളത് അവരുടെ ടെക്നോളജി. ഇത് രണ്ടും നിങ്ങൾ അതിനകത്ത് അട്രാക്ട് ചെയ്തിട്ടുണ്ടോ ഈ ഒരു ഡിസിഷൻ എടുക്കുന്നതിൽ? ജപ്പാൻ കമ്പനിയുമായിട്ടുള്ളൊരു കൊളാബറേഷനിലേക്ക് പോകുമ്പോൾ ഇത്തരം സംഗതികൾ. അതാണ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ജപ്പാൻ കമ്പനീസുമായിട്ട്, ഈ ജപ്പാൻ കമ്പനിയായിട്ട് കൂട്ടുചേരാനും മുന്നോട്ട് പോകാനും ഉള്ള തീരുമാനം ഇതിനെ ബേസ് ചെയ്തിട്ടല്ലായിരുന്നു. ഞങ്ങൾ നോക്കിയത് പ്യുവർലി ബിസിനസ് കൺസിഡറേഷൻസ് വെച്ചിട്ടാണ്. പക്ഷേ ഇതൊക്കെ ബോണസ് പോലെയായിരുന്നു. നമ്മൾ ഇത് അറിഞ്ഞുകൊണ്ട് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് എടുത്ത തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. ദോ ഫ്രം എ ഇൻ്റർവ്യൂ പെർസ്പെക്റ്റീവ് സൗണ്ട് മോർ ഇംപ്രസീവ്. പക്ഷേ ഞാൻ അങ്ങനെ അല്ല എടുത്തത്. ഡിസിഷൻ വാസ് ടേക്കൺ പ്യുവർലി ഓൺ ബിസിനസ് ഗ്രൗണ്ട്സ്. പക്ഷേ
അവരുടെ വർക്ക് കൾച്ചർ അതൊക്കെ നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി പെൻപോളിൻ്റെ ഫാക്ടറിയിൽ ചെന്നാൽ വാട്ട് യു ആർ സീയിങ് ദർ ഇസ് എ ജാപ്പനീസ് വർക്ക് കൾച്ചർ. അത് വേറെ എങ്ങും കാണത്തില്ല. കേരളത്തിൽ ഒരു ഫാക്ടറിയിൽ അതെങ്ങനെയാണെന്ന് പറയോ? നമ്മുടെ ഇവിടുത്തെ കൾച്ചറും അത് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടേക്കുന്നത്? അല്ല, മെയിനായിട്ടുള്ള കാര്യങ്ങൾ സിമ്പിൾ തിങ്സ് ലൈക്ക് ദർ ഇസ് അവിടെ ഒരു 5S എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. 5S എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇൻ എ നട്ട്ഷെൽ. അതിന് കുറേ കോംപ്ലിക്കേറ്റഡ് കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. കോംപ്ലിക്കേറ്റഡ് അല്ല, ഡീറ്റെയിൽസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ സാരം എന്താണെന്ന് പറഞ്ഞാൽ 5S എന്ന് പറഞ്ഞാൽ എവറിത്തിങ് മസ്റ്റ് ഹാവ് എ പ്ലേസ് വേർ ഇറ്റ് ടു വിച്ച് ഇറ്റ് ബിലോങ്സ് ആൻഡ് ഇറ്റ് മസ്റ്റ് നോട്ട് ബി ഇൻ എനി അതർ പ്ലേസ്. അപ്പം സപ്പോസിങ് യു സേ ദീസ് 2 സെൽഫോൺസിൻ്റെ ലൊക്കേഷൻ ഇവിടെയാണ്, ഈ മേശപ്പുറത്ത് ഈ പ്രത്യേക ലൊക്കേഷനിലാണെന്നാണെങ്കിൽ ഉപയോഗിക്കാനായിട്ട് മനില ഈ ഫോൺ എടുത്ത് നിങ്ങൾ പോയി ഉപയോഗിച്ചിട്ട് ദി കൾച്ചർ ഇസ് ദാറ്റ് ഉപയോഗം കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവെക്കണം. പീപ്പിൾ നോ വെയർ ടു ഫൈൻഡ് എവറിത്തിങ് ബിലോങ്സ് സംവെയർ. ചുമ്മാതെ വലിച്ചു വാരി അവിടെ ഇടത്തില്ല. ഉപയോഗം കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കുന്ന അടുത്ത് തന്നെ എന്തെങ്കിലും ഡ്രോപ്പ് ചെയ്തിട്ട് പോവില്ല. എവറിത്തിങ് ഹാസ് ടു ബി പുട്ട് ബാക്ക്. സോ സിമ്പിൾ ഉദാഹരണങ്ങൾ വെച്ചാൽ പീപ്പിൾ വിൽ അണ്ടർസ്റ്റാൻഡ്. നിങ്ങളെ ലിസണേഴ്സിനൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. നമ്മളൊരു ന്യൂസ് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ haven't you noticed there are people who will fold the newspaper back and keep it back so that അടുത്ത ആൾ വരുമ്പം very easy for them to take the newspaper and read it. വേറെ ചിലരുണ്ട് ഓരോ പേജ് ബൈ പേജ് ആയിട്ട് ഫൈനലി നമ്മൾ അടുത്ത ആൾ പേപ്പർ വായിക്കാനായിട്ട് വരുമ്പം എല്ലാം തപ്പി എല്ലാം കൂടെ എടുത്ത് എവിടെയാണ് ഫ്രണ്ട് പേജ്, ഫസ്റ്റ് പേജ്, ലാസ്റ്റ് പേജ്, എഡിറ്റോറിയൽ പേജ് കാണുന്നില്ല അല്ലേ? അപ്പോൾ 5S എന്ന് പറഞ്ഞാൽ എപ്പോഴും ദ ന്യൂസ് പേപ്പർ അതാണ് അതിൻ്റെ 5Sൻ്റെ സാരം. ദ ന്യൂസ് പേപ്പർ മസ്റ്റ് ബി പുട്ട് ബാക്ക്. സോ ജാപ്പനീസ് വർക്ക് സ്പോട്ടിലൊക്കെ ചെന്നാൽ ദർ ഇസ് നോ കൺഫ്യൂഷൻ. ഇത് എലിഗൻസിന് വേണ്ടിയല്ല ചെയ്യുന്നത്, പക്ഷേ കൺവീനിയൻസിന്. എനി നീറ്റ് റൂം ഇസ് എലിഗൻറ്റ്. വാട്ട് ഈസ് എലിഗൻസ്? എലിഗൻസ് ഇസ് നോട്ട് എന്തെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യുന്നു എന്നൊക്കെ അല്ല. ഫസ്റ്റ് തിങ് ഇസ് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ കാണത്തുള്ളൂ ആ മുറിയിൽ. ആ സാധനങ്ങളെല്ലാം അവർ നിയോഗിച്ച സ്ഥാനങ്ങളിൽ തന്നെ മാത്രമേ ഉണ്ടാവത്തുള്ളൂ, വേറെ എങ്ങും കിടക്കില്ല. Then the room is neat and elegant. So that's the first thing. Second thing is ഈ മെഷീൻ ഓപ്പറേഷൻ കഴിഞ്ഞ് മെഷീൻ ആൻഡ് നമ്മുടെ വർക്ക് സ്റ്റേഷൻ ക്ലീൻ ചെയ്യുന്ന പ്രക്രിയ നമ്മുടെ വർക്ക് കൾച്ചറിലില്ല ഇന്ത്യയിൽ. ബാക്കിയുള്ള രാജ്യങ്ങൾ, ഇന്ത്യ മാത്രമല്ല, ഈവൻ ദ വെസ്റ്റ്. ജാപ്പനീസ് വർക്ക് കൾച്ചർ എന്ന് പറയുന്നത് അവനവൻ്റെ ജോലി സമയം കഴിഞ്ഞ് ആ ഷിഫ്റ്റ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പേ നമ്മളെ ഈ പേപ്പർ മടക്കി വെക്കുന്ന പോലെ നമ്മുടെ ആ വർക്ക് പ്ലേസ് വി വിൽ ക്ലീൻ ഇറ്റ് സോ ദാറ്റ് അടുത്ത ആൾ വരുമ്പോൾ ഹി ഓർ ഷീ ക്യാൻ സ്റ്റാർട്ട് വർക്ക് ഇമീഡിയറ്റ്ലി. ഓക്കെ. അപ്പോൾ അത് കാണണമെങ്കിൽ ഇഫ് യു ഗോ ടു പെൻപോൾ ഫാക്ടറി യു വിൽ ഫൈൻഡ് ദാറ്റ്. അപ്പം ഇങ്ങനത്തെ ഇതൊക്കെ നമ്മൾ വിചാരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ, എന്തോ ഇത്ര വലിയ ഇമ്പോർട്ടൻറ്റ്. അത് ഒരു ഹൈ കപ്പാസിറ്റി ഫാക്ടറി, 3 ഷിഫ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഫാക്ടറിയിൽ ഇതൊക്കെ സേവ്സ് മിനിറ്റ്സ്, അവേഴ്സ്. ഒരു വർഷം നമ്മളത് കണക്ക് കൂട്ടിയാൽ ഇറ്റ് വിൽ ആഡ് അപ്പ് ടു മില്യൺസ് ഓഫ് റുപ്പീസ്. പിന്നീട് ഒരു ഘട്ടത്തിൽ 2011 ആ കാലഘട്ടത്തിൽ ബിസിനസ് വേണ്ടെന്ന് വെക്കുകയും അല്ലാത്ത രീതിയിലേക്ക് മാറുകയും ചെയ്തു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്? അതിന് കാരണം ഞാനും എൻ്റെ വൈഫും വി ഹാഡ് എ എഗ്രിമെൻറ്റ് ദാറ്റ് ഞാൻ 60 ആവുമ്പം ഒരു നല്ല സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കൂട്ട് ബിസിനസ്സിൽ നിന്ന് റിട്ടയർ. അപ്പം ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഒരു ആജീവനാന്ത എന്താ പറയുക ഒരു സെൻറ്റൻസ് ഓഫ് ഹോൾ ലൈഫ് യു ഹാവ് ടു ഡൂ ദിസ്. 10-75 വയസ്സാകുമ്പോഴും എങ്ങനെയെങ്കിലും ഓഫീസിൽ ചെന്നെത്തുക. ലക്കിലി I was very clear about it that I wanted to do many other things than this. And അതുകൊണ്ട് 59 വയസ്സായപ്പോൾ തന്നെ വിനീത എന്നെ ഓർമ്മിപ്പിച്ചു ദാറ്റ് ഇനി ഒരു വർഷം കൂടെ ഉണ്ട്, അപ്പം ടേക്ക് എ ഡിസിഷൻ നൗ ആൻഡ് എന്തെങ്കിലും സ്റ്റെപ്സൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജാപ്പനീസുമായിട്ട് ചർച്ച തുടങ്ങി. ഞങ്ങൾക്ക് ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. അതിലൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു, അവർക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിലോ എനിക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിലോ ഉള്ള ഞങ്ങളിത് ആഗ്രഹം പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് സ്റ്റെപ്സ് അതിൽ ചെയ്യേണ്ടത്. ഷെയർസ് മറ്റവർക്ക് ഓഫർ ചെയ്യണം, മറ്റേ കക്ഷിക്ക് ഓഫർ ചെയ്യണം, അതിൻ്റെ വാല്യുവേഷൻ, അതിനൊക്കെ ഉള്ള ചില. അപ്പോൾ ഞങ്ങൾ വി ജസ്റ്റ് സ്റ്റാർട്ടഡ് ദ പ്രോസസ്സ്. അവരാദ്യം ദേവർ ഇനിഷ്യലി ജാപ്പനീസ്, ബിക്കോസ് ഞങ്ങൾ അപ്പോഴത്തേക്ക് 10 വർഷം പിന്നിട്ട് കഴിഞ്ഞു വർക്കിംഗ് ടുഗദർ. നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നു. ദ ജോയിൻറ്റ് വെഞ്ചർ വാസ് ഡൂയിങ് ബ്യൂട്ടിഫുള്ളി.
ഇറ്റ് വാസ് കൺസിഡേർഡ്. ഒരു ജാപ്പനീസ് അംബാസിഡർ ഹിറബയാഷി സാൻ വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഡൽഹിയിൽ ഒരു പബ്ലിക് ഫംഗ്ഷനിൽ പറഞ്ഞു, ഇന്ത്യയിൽ മോസ്റ്റ് സക്സസ്ഫുൾ ഇൻഡോ ജാപ്പനീസ് വെഞ്ചർ ടൊയോട്ട അല്ല, ടെറുമോ പെൻപോൾ എന്ന് പറഞ്ഞതാണ്. ടെറുമോ പെൻപോൾ. ബിക്കോസ് ഇത്ര ഹാർമോണിയസ് ആയിട്ട് നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്ത് ആൻഡ് വിത്ത് ടോട്ടൽ കോഓപ്പറേഷനാണ്. അപ്പം ഞാനിത് അതുകൊണ്ട് ഈ 10 വർഷത്തെ ഈ ജോയിൻറ്റ് വെഞ്ചർ കഴിഞ്ഞിട്ട് എനിക്ക് ഇനിയും ഐ വോണ്ട് ടു എക്സിറ്റ് എന്ന് വന്നപ്പോൾ ആദ്യം അവിടെ വല്ലാത്ത അമ്പരപ്പൊക്കെ ഉണ്ടായി. അവർ വിചാരിച്ച് ഇത് അപ്പോൾ കുറേ ചോദ്യങ്ങളൊക്കെ അവിടെ നിന്ന് വരാൻ തുടങ്ങി. എന്താ ബാലാസാറിന് എന്താണ് അപ്സെറ്റാക്കിയത്, നിങ്ങളാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ, നിങ്ങളാരെങ്കിലും എന്തെങ്കിലും പെരുമാറ്റം കൊണ്ടാണോ, അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെ, അതായത് അപ്പോൾ ഇതൊന്നും ഞാൻ അറിയുന്നില്ല. അപ്പോൾ ജപ്പാൻകാരൊക്കെ നമ്മുടെ 6-8 പേരുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അവർ അവസാനം വന്നൊരു ഡെലിഗേഷനായിട്ട് വന്ന് പറഞ്ഞു, ബാലാസാൻ ഒന്ന്, അവരുടെ ചെയർമാൻ വാസ് എ വെരി ഗ്രേറ്റ് മാൻ കോൾ വാച്ചിസാൻ. അവനെ പറഞ്ഞു, ബാലാസാൻ എങ്ങനെയെങ്കിലും വാച്ചിസാനൊന്ന് മനസ്സിലാക്കിച്ച് കൊടുക്കണം, എന്നിട്ട് ഇത് ഞങ്ങളിതിൽ നിരപരാധികളാണ്, ഞങ്ങളോടുള്ള ഒന്നല്ല, ഇത് സാറിൻ്റെ ഓൺ ഐഡിയാസ് എന്തെങ്കിലും. അപ്പം ഞാനത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ജപ്പാനിൽ പോയി വാച്ചിസാനുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ഞാൻ പറഞ്ഞു, വാച്ചിസാൻ ഇതുകൊണ്ടാണ് ഞാൻ പോകുന്നത്, ഞങ്ങൾ ഡിസൈഡ് ചെയ്ത്. അപ്പം എൻ്റെ വൈഫും കൂടെ ഉണ്ട്. അപ്പം അങ്ങേര് ചിരിച്ചിട്ട് പറഞ്ഞ്, ശരി ബാലാസാൻ, എനിക്ക് ഇതേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ റിലേഷൻഷിപ്പ് വാസ് സോ ഗുഡ് ദാറ്റ് സഡൻലി നിങ്ങൾക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു സംതിങ് മേ ഹാവ് അപ്സെറ്റ് യു. അപ്പോൾ അങ്ങനെ ഇത് വന്ന് ആൻഡ് ഇറ്റ് ഹാപ്പൻഡ് വെരി നൈസ്ലി. ആദ്യം ഞാൻ ഈ പോസ്റ്റ് ഈ മറ്റേ എക്സിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നൊന്നും ഐ ഹാഡ് നോ ഐഡിയ. ആൻഡ് അത് ആക്ച്വലി ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടൈം ഫോർ മീ ആദ്യത്തെ ഫ്യൂ മന്ത്സ്. ബിക്കോസ് സഡൻലി ഞാൻ 23-ാമത്തെ വയസ്സ് തൊട്ട് ഐ.എ.എസ് ചേർന്ന്, അതിന് മുമ്പ് 22-ാമത്തെ വയസ്സിൽ റിസർച്ച് സ്കോളർ ആയത്. അപ്പം 22-ാമത്തെ വയസ്സ് തൊട്ട് 60-ാമത്തെ വയസ്സ് വരെ വർക്ക് ചെയ്തിരുന്ന ഒരാൾ എവ്രി ഡേ. നൗ സഡൻലി ഐ വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്, ഐ ഹാവ് നത്തിങ് ടു ഡു. അപ്പം ആദ്യത്തെ ദിവസം വന്ന് പല്ല് തേച്ച് കുളിച്ച് ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടിട്ട് നോ വെയർ ടു ഗോ എന്നുള്ള അപ്പോഴാണിത് തിരിച്ചറിവ്. അപ്പം അല്ല, ഇത് ഞാൻ തമാശയായിട്ട് പറയുകയാണെങ്കിലും ഒരു വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പം അത് പലർക്കും അത് മാനസികമായിട്ടും അവരെ ബാധിക്കും. ഈ ഐ.എ.എസ് ഓഫീസേഴ്സൊക്കെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് സഡൻലി അടുത്ത ദിവസം സ്റ്റാഫ് കാറും സ്റ്റാഫും എംപ്ലോയീസും മറ്റേ ഒന്നും നമ്മുടെ വീട്ടിൽ വരുന്ന ന്യൂസ് പേപ്പർ പോലും നിൽക്കും, എല്ലാം എവറിതിങ് സ്റ്റോപ്സ് ദ നെക്സ്റ്റ് ഡേ. ഒന്നുമില്ല, ഒരു പേർക്സും ഇല്ല, പിന്നെ ഒരു പെൻഷൻ കിട്ടുമെന്നല്ലാതെ. അപ്പോൾ എനിക്കാണെങ്കിൽ അതുമില്ല. അപ്പം ഈ ഫോർ എ ഫ്യൂ ഡേയ്സ് അല്ല വീക്സ് I had to, then I had a counselor. I went and there was a professional coach, executive coach who helps in this transition to post CEO ഒക്കെ ആയിട്ട് അവിടെ നിന്ന് റിട്ടയർ ചെയ്യുമ്പം ആ ട്രാൻസിഷൻ്റെ ഹെൽപ്പ് ചെയ്യുന്നവരെ നമ്മുടെ ഒരു ഫ്രണ്ട് ബാംഗ്ലൂർ ബേസ്ഡ്. ഞാൻ അങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഉപദേശമൊക്കെ എടുത്ത് then I realized that now I am just going to be doing different things, not the same thing. So then I switched to ഈ NGOs. അങ്ങനെയാണ് അനഹ ട്രസ്റ്റ് തുടങ്ങുന്നത്. വിനിയും ഞാനും അത് തുടങ്ങി. ഞങ്ങൾ ഇനീഷ്യലി 1-2 വർഷം ഫുൾ ടൈം we used to spend on that. പ്രോജക്ട്സ് ഞങ്ങൾ തന്നെ പോയി സെലക്ട് ചെയ്യും, ഞങ്ങൾ തന്നെ പ്രോസ്പെക്റ്റ് ചെയ്യും. അപ്പം തിരുവനന്തപുരത്ത് ചില പ്രോജക്ട്സ് കിട്ടി, പിന്നെ ഗൂഡല്ലൂരിൽ ഒരു പ്രോജക്റ്റ് കിട്ടി, ആദിവാസി ഹോസ്പിറ്റലിൻ്റെ സപ്പോർട്ട്. ഗുഡല്ലൂരുമായിട്ട് ബന്ധമുണ്ടല്ലേ? മുമ്പ് അവിടെ ഗുഡല്ലൂരിൽ എൻ്റെ ചൈൽഡ്ഹുഡ്, ഗുഡല്ലൂരും വയനാടായിരുന്നു ചൈൽഡ്ഹുഡ്. അപ്പം പിന്നെ നീലഗിരി ഡിസ്ട്രിക്റ്റ്, നീൽഗിരീസുമായിട്ട്, ബിക്കോസ് ഞാൻ പഠിച്ചത് അവിടെയാണ്. 5-ാമത്തെ വയസ്സ് തൊട്ട് 16-ാമത്തെ വയസ്സ് വരെ. അപ്പം അങ്ങനെ അപ്പോൾ ഈ കണക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട്. ആൻഡ് ദെൻ വി ഓൾസോ സ്റ്റാർട്ടഡ് സപ്പോർട്ടിങ് സം പ്രോജക്ട്സ് ഇൻ മണിപ്പൂർ. അപ്പം ഞാൻ മണിപ്പൂർ തിരിച്ചു പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മണിപ്പൂരുമായിട്ടുള്ള ബന്ധം ഇസ് വെരി സ്ട്രോങ്. എല്ലാ വർഷവും ഞങ്ങൾ 1-2 തവണ എങ്കിലും പോകും. ആൻഡ് ഒരു 5-6 സ്കൂൾസ് അവിടെ സപ്പോർട്ട് ചെയ്യും. കൺസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞു, ഹാൻഡഡ് ഓവർ, ആൻഡ് വി ആർ ഡൂയിങ് സം 2-3 മോർ. ആൻഡ് ഞങ്ങൾ പോയി സെലക്ട് ചെയ്യുന്ന ഈസ് സ്കൂൾസ് ഇൻ കോൺഫ്ലിക്റ്റ് സോൺസ്. ഈ ഇൻസർജൻസി ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു NGO ഉണ്ട് നല്ല വർക്ക് ചെയ്യുന്ന, റൺ ബൈ എൻ എക്സ്-ആർമി ഓഫീസർ. അപ്പം പുള്ളിക്കാരൻ അവിടെ ചെന്ന് ആ ട്രബിൾഡ് ഏരിയാസിൽ പോയി സ്കൂള് പ്രോജക്റ്റ് കൊണ്ടുവരും. അയാളുടെ പ്രത്യേക കഴിവെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഉള്ള ഏരിയാസിൽ സാധാരണ നോർമൽ കോൺട്രാക്ടർമാരൊക്കെ പോകാത്ത ഏരിയാസിൽ ഇയാൾ പോകും.
കേണൽ ക്രിസ്റ്റഫർ റീഗോ എന്നാണ് അയാളുടെ പേര്, ആർമി എഞ്ചിനീയറാണ്. അപ്പം പുള്ളിക്കാരൻ കൊണ്ടുവരുന്ന പ്രോജക്ട്സ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. അപ്പം ദാറ്റ് ഹെൽപ്സ്. അതൊരു സ്കൂൾ മാത്രമല്ല, ആ സ്കൂള് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ സപ്പോർട്ട്, ഞങ്ങൾ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കും ഫോർ കൺസ്ട്രക്ടിങ് ദ സ്കൂൾ. അങ്ങനെ ഒരു 3-4 അത് ഇപ്പോൾ അത്തരം പ്രോജക്റ്റ് എടുക്കുമ്പോഴേ സ്കൂള് എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? വേറെ എന്തും ചെയ്യാമല്ലോ. സ്കൂൾ അതിനൊരു പ്രത്യേക, ഐ മീൻ മണിപ്പൂരിൽ പ്രത്യേക റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഇൻസർജൻസിയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ഇസ് ഫ്രോം സ്കൂൾ സ്റ്റുഡൻസ്. സ്കൂളിൽ പോകാൻ അവസരം ഇല്ലാത്ത സ്കൂൾ സ്റ്റുഡൻസ് ആണ് ഇതിന് ഇരയാകുന്നത്. അപ്പം സ്കൂൾസ് ഞാൻ അവിടെ സബ് കളക്ടർ SDO ആയിട്ട് വർക്ക് ചെയ്തപ്പം പേരൻസ് എൻ്റെ അടുത്ത് വന്ന് പറയും, ഇവിടെ സ്കൂൾസ് റെഗുലറായിട്ട് നടക്കുകയാണെങ്കിൽ ഇൻസർജൻസി റിക്രൂട്ട്മെൻറ്റ് ഇല്ല. സ്കൂള് നടക്കാതെ വരുന്ന അവസ്ഥയിലാണ് ഇൻസർജൻസി റിക്രൂട്ട്മെൻറ്റ് കൂടുന്നത്. പിള്ളേർക്കൊന്നും ചെയ്യാനില്ല. ടീനേജർ അല്ലേ, യങ് ഫെലോ, ഈസ് ഗോട്ട് ഫുൾ ഓഫ് എനർജി, ഒന്നുമില്ല ചെയ്യാൻ. അപ്പം ഈ ഇൻസർജൻസിൻ്റെ ആൾക്കാരൊക്കെ, ഏജൻസൊക്കെ വന്ന് ഓരോ കഥകളൊക്കെ പറയുമ്പം ദേ ഗെറ്റ് അട്രാക്റ്റഡ് ടു ദാറ്റ്. മറ്റേതാണെങ്കിൽ അവർ ഫുട്ബോൾ കളിക്കുന്നു, ഇത് കളിക്കുന്നു, ക്ലാസ്സിൽ ഇത്, എല്ലാവർക്കും എപ്പോഴും ഒരു എൻഗേജ്മെൻറ്റ് ആണല്ലോ വേണ്ടത്. ആ സമയത്ത് ഇറോം ശർമിള സമരങ്ങൾ നടക്കുന്നുണ്ടോ അവിടെ? അത് നേരത്തെയാണ്. അതിനുശേഷം ഐ നോ ഇറോം ശർമിള 2000-ലുണ്ട്. അവർ ഈ അടുത്ത കാലത്തല്ലേ സമരം അവസാനിപ്പിച്ചേ? സോറി, ഹേഴ്സ് വാസ് ഡിഫറെന്റ് ബിക്കോസ് ഷീ വാസ് ഫോർ ദ AFSPA വിഡ്രോ ചെയ്യാനായിട്ടുള്ള ഹെർ. പക്ഷേ ഓൾ ദോസ് തിങ്സ് ആർ ഗോയിങ് ഓൺ. സീ ദർ സിവിൽ സൊസൈറ്റിയിൽ അവിടെ പല അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് മണിപ്പൂരിൽ. ദി ദി ആൻറ്റി ഇൻസർജൻസി ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈസ് ഓൺലി ഇതിൻ്റെ ഒരു വശം മാത്രമാണ്. മണിപ്പൂർ സൊസൈറ്റി ലൈക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ഈസ് എ വെരി അൺഈക്വൽ സൊസൈറ്റി. ഒരുപാട് ഇനിക്വിറ്റി ഉണ്ട് അവിടെ, ഒരുപാട് കറപ്ഷൻ ഉണ്ട്, ഒരുപാട് കൊള്യൂഷൻ ബിറ്റ്വീൻ police and armed forces, I mean police and administration and all that is there. Appam everything is not against the Indian government, the avuduthe agitations. പക്ഷേ അതിനുള്ള ഒരു, see, this self governance, which is one common problem of the entire northeast, is self governance, autonomy. Nagalandinte basic autonomy. Adina I think if enough attention had been given to civil interlocutors, either retired administrators, retired police service officers, serving ആയിട്ടുള്ള, പിന്നെ ജേർണലിസ്റ്റ് ഒക്കെ നല്ല മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, who understand the problem. അവരൊക്കെ ആയിട്ട് സംസാരിക്കുന്നത് പകരം ഡിസ്ക്രെഡിറ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ അവിടെ ഇരുത്താനും ഒക്കെ ആയിട്ടുള്ള പല മാറി വന്ന ഡൽഹിയിലുള്ള മാറി വന്ന ഗവൺമെൻറ്റ്സ് ചെയ്ത ബിഗസ്റ്റ് മിസ്റ്റേക്സ് അതാണ്. സോ ഷോർട്ട് ടേം താല്പര്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ദേ ഹാഡ് ഈ നോർത്ത് ഈസ്റ്റിനെ ഒരു ബലിയാടാക്കി. അത് യു കാൺ ബ്ലെയിം ദ നോർത്ത് ഈസ്റ്റേണേഴ്സ് ആൻഡ് യു കാൺ ബ്ലെയിം ദി ആർമി. See, the army was only an instrument. The army officer is ഞാൻ പല ആർമി ഓഫീസേഴ്സായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർ പറയും, we were not trained to fight against our own countrymen. Our job was to look at the borders, to protect the country. അല്ലാതെ എവിടെങ്കിലും ഒരു ലഹള നടക്കുമ്പോൾ നമ്മളെ അയച്ചാൽ, my soldiers are in a real dilemma. What do we do? These are not enemy. അപ്പോൾ അവിടെ വന്നിട്ട് നിങ്ങൾ ഇവരെ പേടിപ്പിക്കാനായിട്ട് ആകാശത്ത് വെടിവെക്കുക, മുട്ടിന് താഴെ വെടിവെക്കുക എന്നൊക്കെ പറഞ്ഞ്, ദിസ് സോൾജർ ഹസ് ബീൻ ട്രെയിൻഡ് 24 hours a day to shoot to kill with one bullet. അയാളുടെ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അയാൾ ഉറങ്ങി കിടക്കുമ്പോൾ തട്ടി ഉണർത്തി ഹി വിൽ ഷൂട്ട് ആൻഡ് വിത്ത് വൺ ബുള്ളറ്റ് ഹി വിൽ ഹിറ്റ് ദ ടാർഗറ്റ്. അങ്ങനെ ഉള്ളൊരാളുടെ അടുത്ത് നൗ യു ആർ സെയിങ് ആകാശത്ത് വെടിവെക്കുക, മുട്ടിന് താഴെ വെടിവെക്കുക എന്നൊക്കെ പറഞ്ഞ് ഹി കാൺ ഡു ഇറ്റ്. ഹിസ് ട്രെയിനിങ് ഇസ് ഡിഫറെൻറ്റ്. സോ ഹീസ് നമ്മൾ ആക്ച്വലി നമ്മുടെ സമുദായത്തിനെയും നമ്മുടെ സംസ്കാരത്തിനെയും ഹോൾ വേൾഡ്, നോട്ട് ഓൺലി ഇന്ത്യ, വി ആർ ഓൾ റെസ്പോൺസിബിൾ ഫോർ ടേക്കിംഗ് സ്മാർട്ടായിട്ടുള്ള ചെറുപ്പക്കാരെ എടുത്തിട്ട് വി ആർ മേക്കിംഗ് ദം ഇൻ ടു കില്ലിംഗ് മെഷീൻസ്. അങ്ങനെ ഒരു കില്ലിംഗ് മെഷീൻസിൻ്റെ ആവശ്യകത ഉണ്ടാക്കുന്നത് ആരാണ്? അവരല്ലല്ലോ. അവർ വന്ന് വി വോണ്ട് ടു ബിക്കം എ സോൾജർ ആൻഡ് വി വോണ്ട് ടു കിൽ പീപ്പിൾ എന്ന് ആരും വന്ന് പറയുന്നില്ലല്ലോ. അവർക്ക് തൊഴിൽ വേണം, അവർക്കൊരു ജോലി വേണം. This is the job which they feel they can do.
സോ നോബഡി, ഓൾ സോൾജേഴ്സ് ഹോപ്പ് ദേ വിൽ നെവർ ഹാവ് ടു പുൾ ദ ട്രിഗർ. അതാണല്ലോ എല്ലാ സോൾജറിൻ്റെ ഹോപ്പ് അല്ലേ. പിന്നെ തിരിച്ചയാളുടെ ഭാര്യയും മക്കളുടെ അവിടെ അന്ന് വൈകിട്ടല്ല റിട്ടയർ ചെയ്ത് അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാമെന്നൊക്കെയുള്ള ഫീലിംഗ് ആണ്. സോ ദി സോൾജർ ഇസ് നോട്ട് എൻ ഈവിൽ പേഴ്സൺ. അതിനെപ്പറ്റി എൻ്റെ ബുക്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു എൻക്വയറി ഞാൻ നടത്തേണ്ടി വന്നിട്ടുണ്ട്. ആ എൻക്വയറിയെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട്. ഐ ഹാഡ് ടു ഡു എ മാജിസ്ട്രേറ്റൽ എൻക്വയറി ഇൻ ടു എ CRPF അലജ്ഡ് CRPF അട്രോസിറ്റി. അപ്പോഴാണ് ആ മൊഴി കേൾക്കുമ്പോഴും എഴുതിയെടുക്കുമ്പോഴും അത് വായിച്ച് അതിനെപ്പറ്റി ആ ഫൈനൽ ഓർഡർ പാസ്സാക്കുമ്പോഴൊക്കെ ഐ വാസ് ട്രൈങ് ടു പുട്ട് മൈ സെൽഫ് ഇൻ ടു ദി ഷൂസ് ഓഫ് ദറ്റ്. ആ അർദ്ധരാത്രിയിൽ ഒരു ഹോസ്റ്റൈൽ, ഒരു തണുപ്പും അത് ഇതുമൊക്കെ, യു ഡോണ്ട് നോ വെയർ ദ ബുള്ളറ്റ്സ് ആർ ഗോയിങ് ടു കം ഫ്രം. ഹോസ്റ്റൈൽ ടെറിട്ടറിയാണ്. ദറ്റ് ഹോൾ വില്ലേജ് ഇസ് ഹോസ്റ്റൈൽ ടു യു. You are a Malayali or a Punjabi or a Gujarati or a Tamilian. I mean, you are there because it's your job. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ യു ടേക്ക് ഡിസിഷൻസ് ഇൻ ദ സ്പ്ലിറ്റ് സെക്കൻഡ്. നമ്മളപ്പം ഇരുന്ന് CRPC, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, ഇന്ത്യൻ പീനൽ കോഡ്, ആം ഫോഴ്സസ്, സ്പെഷ്യൽ ഫോഴ്സസ്, അതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഓൾ ദറ്റ് വി നോ ഇസ് എൻ്റെ സഹപ്രവർത്തകൻ വെടിയേറ്റ് മരിച്ച് കിടക്കുന്നവിടെ. അയാളെ ഈ അവസ്ഥയിലാക്കിയവനെ കണ്ടുപിടിച്ച് ഞാൻ വെടിവെച്ചുള്ളൂ. That's all he's thinking at that time. He is not thinking about anything more. He cannot think about anything more at that time. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ എൻക്വയറി കമ്മീഷൻസിലൊക്കെ വന്ന് ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പം നമുക്ക് തന്നെ ഈവൻ കേട്ടോണ്ടിരിക്കുന്നവർക്ക് തന്നെ ദേഷ്യം വരും. Because we'll say that this is all unreal, this is surreal. You have no idea what is happening in that situation. In hot blood, what happens in that. The problem is എന്തുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അല്ലാതെ ആ സിറ്റുവേഷനിൽ പെട്ടുപോകുന്ന പട്ടാളക്കാരൻ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറി എന്ന് പറഞ്ഞാൽ ആരും ആ സിറ്റുവേഷനിൽ അങ്ങനെ പെരുമാറും. ദാറ്റ് ഇസ് ദ തിങ്. അതിലില്ലാത്ത, അതിന് പരിചയം ഇല്ലാത്ത, അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണ് വന്ന് ഇവിടെ. അല്ല, അയാൾ ആദ്യം ഉപദേശിക്കേണ്ടതല്ലേ, നിങ്ങളുടെ വെപ്പൺസ് താഴെ വയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ഇത് മറ്റയാളുടെ കയ്യിൽ he has a gun and he's pointing at you and you're going to give him a lecture. അപ്പോൾ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. സോ ഈ പൊളിറ്റിക്കൽ പ്രോബ്ലം ഹാസ് ടു ബി ടാക്കിൾഡ് പൊളിറ്റിക്കലി. നമ്മുടെ മാറി മാറി വരുന്ന സർക്കാരുകൾ ഓവർ ദ ലാസ്റ്റ് 20, 30, 40 years ചെയ്തിരിക്കുന്ന മിസ്റ്റേക്ക് ഇസ് ദേ ഹാവ് മിലിറ്ററൈസ്ഡ് വാട്ട് ഈസ് എ പൊളിറ്റിക്കൽ പ്രോബ്ലം. ഈ പുസ്തകങ്ങളൊക്കെ എഴുതിയതേ ഇതിന് ഈ ബിസിനസ് ഒക്കെ മാറ്റി വന്നതിന് ശേഷമാണോ? എങ്ങനെയാണ് പെട്ടെന്നൊരിക്കൊരു പുസ്തകം കഴിഞ്ഞിട്ടാണ് ഐ ഫൗണ്ട് ദ ടൈം ടു റൈറ്റ്. അല്ലെങ്കിൽ ഐ ഡിഡ്ന്റ് ഹാവ് അല്ല, അല്ലെങ്കിലും എഴുത്തിന്റെ ഒരു ശീലമില്ലാത്ത ഒരാൾക്ക് അങ്ങനെ ഒരു നല്ല ശീലം. ഞാനൊരു സ്റ്റോറി ടെല്ലറാണ്. ഐ ലൈക്ക് എൻ്റെ ഈവൻ മാനേജ്മെന്റ് ടെക്നീക്ക് സ്റ്റോറി ടെല്ലിംഗ്. ഐ ടെൽ സ്റ്റോറീസ്. സോ എൻ്റെ ഈ മന്ത്ലി റിവ്യൂ മീറ്റിംഗിൽ എൻ്റെ ഓപ്പണിംഗ് വേർഡ്സ്, ഓപ്പണിംഗ് സെഷൻ ആൻഡ് ക്ലോസിംഗ് സെഷൻ, മൈ മാനേജേഴ്സ് ഈവൻ നൗ സേ, ഇപ്പം 10 കൊല്ലം പിന്നിട്ടു ഞാൻ അതൊക്കെ വിട്ടിട്ട്, more than 10 years since I am out of my company. അവർ പറയും what they miss most is this opening session and closing session. Because അന്നത്തെ ആ മാസത്തെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് എടുത്ത് ഞാൻ അത് ഐ വിൽ മേക്ക് എ സ്റ്റോറി ഔട്ട് ഓഫ് ഇറ്റ്. ആൻഡ് ദെൻ അത് ദേ വിൽ റിമെമ്പർ. അതർവൈസ് ഇഫ് ഐ ഷോ ദം എ ചാർട്ട് ദേ വിൽ ഫോർഗെറ്റ് ഇറ്റ്. ആ മുറിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഉടനെ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് യുവർ ഹെഡ്. നോ, ബട്ട് ഇഫ് ഐ ടെൽ ദം എ സ്റ്റോറി അബൌട്ട് ദ ചാർട്ട് ദേ വിൽ നെവർ ഫോർഗെറ്റ് ഇറ്റ്. ഈ കേരളത്തിന് ഈ സംരംഭകത്വ സൗഹാർദ്ദ സംസ്ഥാനമാണെന്നും അല്ലെന്നും ഉള്ള വാദങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ ദാറ്റ് ഈസ് റിയലി മിസ്സിങ് ദ ഹോൾ പോയിന്റ്. ഐ തിങ്ക് ഇഫ് യു ലുക്ക് അറ്റ് ദി എവിഡൻസ്, നമ്മുടെ ഇപ്പം കോഴിക്കോട് പട്ടണത്തിൽ കൂടെ പോകുന്ന ഈ സ്ട്രീറ്റിൻ്റെ 2 സൈഡിലും ഇരിക്കുന്നവർ, ആ കടകളൊക്കെ നടത്തുന്ന ആരാണ്? മാർസിൽ നിന്ന് വന്ന അല്ലെങ്കിൽ ചൈനക്കാരൊന്നും അല്ലല്ലോ, നമ്മുടെ ഇവിടുത്തെ നാട്ടുകാർ തന്നെയല്ലേ. അപ്പം ഇവിടുത്തെ നാട്ടുകാർക്ക് ഇത്രയും സക്സസ്ഫുള്ളായിട്ട് ബിസിനസ് നടത്താനും ഒക്കെ പറ്റുവാണെങ്കിൽ ഇത് വ്യവസായ സൗഹാർദ്ദം ഇവിടെ ഇല്ല എന്ന് പറയുന്നതിൽ എന്തോ അർത്ഥം? ആൻഡ് അപ്പം പിന്നെ ഓരോരുത്തർ വന്ന് പറയും, അല്ല പക്ഷേ ഈ അട്ടിമറി, നോക്കുകൂലി, ഇതൊക്കെ. ഞാൻ പറയുന്നത് അട്ടിമറി, നോക്കുകൂലി ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ അട്ടിമറിയും നോക്കുകൂലിയും
ആയിരുന്നെങ്കിൽ ഇങ്ങനെ അഹമ്മദ് ഖാൻ വന്നിട്ട് PK സ്റ്റീൽസ് പടുത്തു ഉയർത്താൻ പറ്റില്ലല്ലോ. സിക്കായിട്ട് കിടന്ന ഒരു സ്റ്റീൽ റീറോളിംഗ് മിൽ ടേക്ക് ഓവർ, ആ കഥ വായിക്കണം. എന്തുകൊണ്ട് അദ്ദേഹം അന്ന് അഹമ്മദ് ഖാൻ എന്തുകൊണ്ട് പോയി അടച്ചുപൂട്ടി കിടന്ന സ്റ്റീൽ മിൽ ടേക്ക് ഓവർ ചെയ്തു? ആ കഥ കേൾക്കുമ്പോൾ തന്നെ അതിശയം തോന്നും. ആ 75 വർക്കേഴ്സിൻ്റെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ വന്ന് പറഞ്ഞ് ഇവരെല്ലാം നമ്മളെല്ലാം പട്ടിണി കിടക്കുകയാണ് സാറേ, എന്തെങ്കിലും നിങ്ങൾ വന്ന് തുടങ്ങിയാൽ ഞങ്ങൾ വി വിൽ വർക്ക് ഫോർ യു. ഒരു യൂണിയൻ നേതാവ് വന്ന് അപേക്ഷിച്ചിട്ടാണ് പോയി. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് സ്റ്റീലുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല, യുവർ എ ഫ്ലവർ മെർച്ചൻറ്റ്. ഫ്ലവർ മെർച്ചൻറ്റ് വന്നിട്ട് ഒരു സ്റ്റീൽ മിൽ എന്തുകൊണ്ട് ഏറ്റെടുത്തു? അത് ഞാൻ ഏറ്റെടുത്ത് ഈ യൂണിയൻകാർ വന്ന് നമ്മുടെ മുമ്പേ വന്ന് പറഞ്ഞിങ്ങനെ ഞങ്ങളെല്ലാം വഴിയാധാരം പട്ടിണിയാണ്. അപ്പം ഈ സാധാരണ ദിസ് സ്റ്റോറി വിച്ച് യു ഹിയർ ഓഫ് ഈ വ്യവസായി, മുതലാളി, തൊഴിലാളി, ഓൾ ദിസ് ആ പ്രസ്ഥാനങ്ങളും ആ കോൺസെപ്റ്റ്സിലൊക്കെ വലിയ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. പക്ഷേ എന്നാലും ഐ തിങ്ക് വി ആർ മിസ്സിങ് ദ ഹോൾ പോയിൻറ്റ്. അപ്പം ദർ ആർ പീപ്പിൾ ഹൂ ഈവൻ ടുഡേ എത്ര എവിഡൻസ് നമ്മൾ കൊടുത്താലും ദേ വിൽ സേ കേരള ഇസ് അൺഫിറ്റ് ഫോർ ഈ ഗ്ലാസ് ഇസ് ഹാഫ് എംപ്റ്റി എന്ന് പറയുന്ന ഒരു മനോഭാവമുള്ള ഒരാൾക്ക് ഓൾവേസ് ദ ഗ്ലാസ് വിൽ ബി ഹാഫ് എംപ്റ്റി. And I belong to the other school. I see the glass is half full. I am also aware of the fact that the glass is half empty. I am not bothered about, I am only thinking ഈ half full glass വെച്ചിട്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. So it's all a question of attitude, അത്രയേ ഉള്ളൂ. So one person is bad and the other person is good എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ the glass is half empty philosophy വെച്ചിട്ടുള്ള ഒരാൾ ഒരിടത്തും he won't be able to do anything ആണ് ഞാൻ പറയുന്നത്. അയാൾക്ക് എല്ലാം വിളമ്പി കൊടുത്താലും he won't be able to do anything there. That fellow, because എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും അവിടെയും ആരോ കുഞ്ഞൻ നമ്പ്യാർ പറഞ്ഞ പോലെ ഉപ്പ് കൂടിപ്പോയി മറ്റേത് കുറഞ്ഞു പോയി എന്നും പറയും. എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കണമല്ലോ അവിടെയും. അപ്പം സോ ഐ തിങ്ക് ദി എവിഡൻസ് ഇസ്, ആൻഡ് ദെൻ ദർ ആർ ലോട്ട്സ് ഓഫ് നമ്പേഴ്സ് എന്നുള്ള അതിൽ ഐ തിങ്ക് വി മസ്റ്റ് ഹാവ് അനദർ ഡിസ്കഷൻ ഓൺ അനദർ ഡേ. ഞാനത് കുറച്ചും കൂടെ ആ ഫാക്ട്സും ഫിഗേഴ്സ് വെച്ചിട്ട് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദി കേരള സമ്പദ്ഘടന, കേരളത്തിൻ്റെ ഇക്കോണമി ഓവർ ദ ലാസ്റ്റ് 30-40 ഇയേഴ്സ് അതെങ്ങനെ മാറിയിട്ടുണ്ട്, എങ്ങനെ വളർന്നിട്ടുണ്ട്, ബാക്കിയുള്ള സംസ്ഥാനങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കിയാൽ അതെങ്ങനെ എവിടെയാണ് കേരളം നിൽക്കുന്നത്. ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഇവിടെ ഒരു വികസനവും നടക്കുന്നില്ല, ഒരു വ്യവസായവും നടക്കുന്നില്ല. നമ്മുടെ അപ്പുറത്ത് വാളയാർ ചെക്ക് പോസ്റ്റ് അപ്പുറത്ത് നിന്നാൽ തമിഴ്നാട്ടിലെല്ലാം നടക്കുന്നു, ഗുജറാത്തിലാണെങ്കിൽ അത്ഭുതങ്ങൾ നടക്കുന്നു. എവറി മെഷർ വി ആർ മോർ ഇക്കണോമിക്കലി ഡെവലപ്ഡ് ദൻ ഗുജറാത്ത്. ഇത് രാഷ്ട്രീയ എന്താ സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഷിയർ പ്യുവർ ഇക്കണോമിക്സ്. പെർ ക്യാപിറ്റ GDP, പെർ ക്യാപിറ്റ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ഞാൻ HDI-യോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡിസസോ ലൈഫ് എക്സ്പെക്റ്റൻസി ഒന്നുമല്ല. ഐ ആം ടോക്കിംഗ് അബൌട്ട് പെർ ക്യാപിറ്റ GDP, പെർ ക്യാപിറ്റ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ഇത് രണ്ടുമാണല്ലോ നിർണ്ണയിക്കുന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. കേരള ഇസ് ഫാർ അഹെഡ് ഓഫ് ഗുജറാത്ത്. ഹൗ കെൻ യു സേ ഗുജറാത്ത് ഇസ് മോർ ഡെവലപ്ഡ് ദൻ കേരള? ഫാക്ട്സ് നോക്കണ്ടേ നമ്മൾ? പിന്നെ ഇതൊക്കെ ദി അതർ ബിഗ് തിങ് ഇസ് എല്ലാവരും സമ്മതിക്കും, അത് ശരിയാണ്. പക്ഷേ കേരള എന്തുകൊണ്ട് ഇത് റെമിറ്റൻസ് ഉണ്ട്, ഇവിടെ ഒന്നും നടക്കുന്നില്ല. അപ്പം ശരി, അപ്പം ഇതൊരു അത്ഭുതമല്ലേ? ഇവിടെ ഒന്നും നടക്കാത്തൊരു സംസ്ഥാനത്ത് എങ്ങനെ എല്ലാവർക്കും സച്ച് എ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്? അത് വി ആർ എ മണി ഓർഡർ ഇക്കോണമി എന്നാണ് പറയുന്നത് അല്ലേ? മണി ഓർഡർ ഇക്കോണമി, അതായത് എല്ലാ മാസവും ഗൾഫിൽ നിന്ന് വരുന്ന മണി ഓർഡറിനെ കാത്തിരിക്കുകയാണ് ഇവിടുത്തെ മലയാളീസൊക്കെ. 2010 ഇൻവേർഡ് റെമിറ്റൻസസ് കൂടിക്കൊണ്ടിരിക്കുക ഇന്ന് വരെ. വാട്ട് മെനി പീപ്പിൾ, പത്രങ്ങളിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, റെമിറ്റൻസസ് കുറയുന്നു. കേരളത്തിലേക്കുള്ള റെമിറ്റൻസ് കുറഞ്ഞിട്ടില്ല. ദ ഹയസ്റ്റ് റെമിറ്റൻസ് കിട്ടുന്ന ബാങ്ക് ഇസ് ഫെഡറൽ ബാങ്ക്. സോ ഐ നോ ദ ഫിഗർ. ഫെഡറൽ ബാങ്കിൽ നിന്ന് ആനുവൽ റെമിറ്റൻസ് കമ്മിങ് ഇൻ by Malayalis from the Gulf and from overseas is only growing. It's not coming down ഇതുവരെ. പക്ഷേ റെമിറ്റൻസസ് ആസ് എ ഷെയർ ഓഫ് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കുറയുന്നു. ഷെയർ എന്നുവെച്ചാൽ 2010 റെമിറ്റൻസസ് ആസ് എ ഷെയർ ഓഫ് ദി ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഓഫ് എ സ്റ്റേറ്റ്. അപ്പം കേരളത്തിൻ്റെ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ
22-23% ആണ് മാക്സിമം ഉണ്ടായിരുന്നത് 2010. ഇന്നത് 14% കുറഞ്ഞു. ഓക്കെ. പക്ഷേ ആബ്സല്യൂട്ട് ടേംസിൽ റുപ്പീസിൽ കുറഞ്ഞിട്ടില്ല. സോ റെമിറ്റൻസസ് കൂടിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ ഷെയർ കുറയുന്നു. അപ്പൊ ഷെയർ കുറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് മീൻസ് GDP ഈസ് ഗ്രോയിങ് ഫാസ്റ്റർ ദാൻ റെമിറ്റൻസസ്. അതല്ലേ അതിന്റെ അർത്ഥം, സിമ്പിൾ അരിത്മെറ്റിക്. അപ്പൊ GDP ഇഫ് ഇറ്റ് ഈസ് ഗ്രോയിങ്, സംബഡി ഈസ് പ്രൊഡ്യൂസിങ്. അതവിടെ നടക്കുന്നുണ്ട്. അതെ, ഇപ്പൊ ആരോ ഇവിടെ ഇപ്പൊ ബേബി മലയാളീസ് ആരും വർക്ക് ചെയ്യുന്നില്ല. സംബഡി എൽസ് ഇസ് വർക്കിംഗ് ആൻഡ് പ്രൊഡ്യൂസിങ് ഇൻ കേരള. ബിക്കോസ് കേരളയുടെ ഇൻകം ആയിട്ടാണല്ലോ അത് കണക്കാക്കുന്നത്. അപ്പോൾ അഗ്രികൾച്ചർ ഇസ് ആക്ച്വലി ബിഗിനിങ് ടു ഗ്രോ, അഗ്രി ബിസിനസ് ഇസ് ഗ്രോയിങ്. പിന്നെ ദി നെക്സ്റ്റ് തിങ് ഇസ് ഇൻഡസ്ട്രി ഇസ് ഡിവൈഡഡ് ഇൻ ടു 2. വൺ ഇസ് പവർ, ട്രാൻസ്പോർട്ടേഷൻ, വാട്ടർ സപ്ലൈ, അങ്ങനത്തെ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതെല്ലാം അതും ഇസ് ഡൂയിങ് വെൽ. ആൻഡ് മാനുഫാക്ചറിങ് വിച്ച് ഹാഡ് മാനുഫാക്ചറിങ് സെക്ടർ ഇൻ കേരള വിച്ച് ഹാഡ് സ്റ്റാർട്ടഡ് ടു ഷ്രിങ്ക്. ഈ കശുവണ്ടി ഫാക്ടറീസും കയർ ഫാക്ടറീസ് എല്ലാം അടയ്ക്കാൻ തുടങ്ങിയല്ലോ. ആൻഡ് അല്ലെങ്കിൽ അവർ മൈഗ്രേറ്റ് ചെയ്ത് തമിഴ്നാട്ടിലും ആന്ധ്രയിലേക്കൊക്കെ മാറി. അപ്പം ഈ ലോ വാല്യൂ ആഡിങ് ഇൻഡസ്ട്രീസ് വേജസ് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഇവരെല്ലാം മൈഗ്രേറ്റ് ചെയ്ത് അപ്പുറത്തോട്ട് പോയതുകൊണ്ട് മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ ഔട്ട്പുട്ട് ഇൻ കേരള കെയിം ഡൗൺ, കുത്തനെ കുറഞ്ഞു. അത് 7% കുറയുമ്പോഴാണ് അത് 12% നിന്ന് 7% ഓഫ് GDP ആയിട്ട് കുറഞ്ഞു. Just to give you perspective, India's share of manufacturing as a share of GDP of India is 15%. Okay. So Kerala had gone down to 1997%. Today it is 13% and growing, 13 or 14% manufacturing. Okay. So 7% it has grown to 14%. So some manufacturing, and അതിൻ്റെ കഥയാണ് എൻ്റെ 4ാമത്തെ ബുക്ക്. ഇപ്പോൾ ഞാൻ അത് DC ബുക്സിന് പോയിരിക്കുകയാണ്. അതിൽ the story of what happened, how did this happen, that ആരും പ്രതീക്ഷിക്കാതെ, ആരും ശ്രദ്ധിക്കാതെ a manufacturing sector has grown in Kerala. A modern manufacturing sector has grown in Kerala. അപ്പോൾ ശ്രദ്ധിക്കാതെയും പരാമർശിക്കാതെയും പോയതിൻ്റെ ഭാഗം, പാർട്ട് ഓഫ് ദ പ്രോബ്ലം ഇസ് ഇപ്പോഴും ഇവിടെ ഏത് ഈവൻ എഡ്യൂക്കേറ്റഡ് പീപ്പിളുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറയും വ്യവസായം ഇവിടെ നടക്കില്ല, അതൊക്കെ ചെയ്യണമെങ്കിൽ തമിഴ്നാട്ടിൽ പോകണമെന്ന് പറയും. അപ്പം പിന്നെ ഞാനിങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ പറയും. ഞാൻ പറയും ദെൻ വാട്ട് അബൌട്ട് PK സ്റ്റീൽസ്, വാട്ട് അബൌട്ട് സിന്തൈറ്റ്, വാട്ട് അബൌട്ട് ടെറുമോ പെൻപോൾ, വാട്ട് അബൌട്ട് ആഗാപ്പൈ ഡയഗ്നോസ്റ്റിക്സ്, വാട്ട് അബൌട്ട് SF4 ടെക്നോളജീസ്, വാട്ട് അബൌട്ട് AK ഫ്ലേവേഴ്സ്, വാട്ട് അബൌട്ട് വജ്ര റബ്ബേഴ്സ്, വാട്ട് അബൌട്ട് ഇങ്ങനെ 50 കമ്പനീസിൻ്റെ പേര് ഐ ഹാവ് ഓൾറെഡി. ആൻഡ് ഇത് മാനുഫാക്ചറിങ് മാത്രം. നോ IT കമ്പനീസ്, നോ ടൂറിസം കമ്പനീസ്, നോ ഹോസ്പിറ്റൽ കമ്പനീസ്, ഹെൽത്ത് കെയർ കമ്പനീസ്, ആയുർവേദം ഇല്ല, ഇതിലൊന്നുമില്ല. ജസ്റ്റ് മോഡേൺ മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ് തന്നെ 50 കമ്പനീസ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇനിയും കുറച്ചും കൂടെ എഫേർട്ട് എടുത്താൽ ഐ വിൽ ഫൈൻഡ് another 50 കമ്പനീസ് ഓൾസോ, ഐ എം ഷുവർ. അപ്പോൾ ദാറ്റ് മീൻസ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഹാപ്പനിങ് ഇൻ കേരള. നമ്മൾ കണക്ക് നോക്കിയാൽ മതി. റെമിറ്റൻസ് കുറയുന്ന, റെമിറ്റൻസസിൻ്റെ ഷെയർ കുറയുന്നു, GDP കൂടുന്നു. So some other sector is producing. അതിനർത്ഥം കോമൺ സെൻസ് ആണല്ലോ, അല്ലേ?